എല്ലാവർക്കും നമസ്കാരം. വീണ്ടും സ്വാഗതം. ഇന്ന് ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടതിൽ വച്ച് ഏറ്റവും രസകരവും അതുല്യവുമായ ഹൊറർ ആന്തോളജി പരമ്പരകളിൽ ഒന്നിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു. 2020 ക്വിബി പ്ലാറ്റ്ഫോമിൽ പുറത്തിറങ്ങിയ ഈ പരമ്പര, അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏറ്റവും ഇരുണ്ട നഗര ഇതിഹാസങ്ങൾ, മറന്നുപോയ നാടോടി കഥകൾ, അമാനുഷിക ഭീകരതകൾ എന്നിവ അനാവരണം ചെയ്യുന്നു. ഓരോ കഥയും ഒറ്റയ്ക്ക് നിൽക്കുന്നു, ഓരോ സംസ്ഥാനവും അതിൻ്റേതായ ഭയാനകമായ രഹസ്യം മറയ്ക്കുന്നു. ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ട എപ്പിസോഡുകളിലൊന്നായ മിഷിഗണിൽ നിന്നാണ് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത്. ദേവ് എന്ന വിദഗ്ധനായ ഒരു കരകൗശല വിദഗ്ധന്റെ കീഴിൽ ഒരിക്കൽ ജോലി ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരനിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. ദേവ് വെറുമൊരു ജോലിക്കാരനായിരുന്നില്ല, സ്വന്തം നാട്ടിൽ നിന്നുള്ള ചുവന്ന ഓക്ക് മരവും മേപ്പിൾ സിറപ്പ് മരങ്ങളും ഉപയോഗിച്ച് കൈകൊണ്ട് നിർമ്മിച്ച് ഫർണിച്ചറുകൾ നിർമ്മിക്കുന്ന ഒരു സമ്പന്നമായ ബിസിനസ് അദ്ദേഹം നടത്തിയിരുന്നു. ഹൈസ്കൂൾ പ്രണയിനിയായ ഭാര്യ ഹെതറിനെ അദ്ദേഹം അഗാധമായി സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ഹീതർ അതിസുന്ദരിയായിരുന്നു, പക്ഷേ വൃഥാവും സ്വർണത്തോട് ആസക്തിയുമായിരുന്നു. ദേവ് എത്ര സമ്പാദിച്ചാലും ഹീതർ അതെല്ലാം സ്വർണ്ണാഭരണങ്ങൾക്കും ആഭരണങ്ങൾക്കുമായി ചെലവഴിച്ചു. സ്വർണത്തോടുള്ള അവളുടെ സ്നേഹം ഏതാണ്ട് അസ്വാഭാവികമായിരുന്നു. മിഷിഗൻ കുന്നുകൾക്ക് താഴെ സൂര്യൻ അസ്തമിച്ച ഒരു ശാന്തമായ വൈകുന്നേരം, ദേവും ഹീതറും ഒരു അത്താഴ വിരുന്നിന് പോകുന്നതിനു മുമ്പ് കുറച്ച് ജോലി പൂർത്തിയാക്കാൻ ഒരുമിച്ച് പുറപ്പെട്ടു. ആൻഡി ആ ദിവസം എത്തിയിരുന്നില്ല, അതിനാൽ ദേവ് ഹീതറിനോട് ഒരു കൈ തരാൻ ആവശ്യപ്പെട്ടു. ദേവ് അത് മുറിക്കുമ്പോൾ അവൾ ഒരു വലിയ ഓക്ക് മരത്തിൽ കെട്ടിയിരുന്ന കയറിൽ മുറുകെ പിടിക്കേണ്ടതായിരുന്നു. വായ നിശ്ചലമായിരുന്നു. കാട്ടിലൂടെ ഈർച്ചവാളിന്റെ ശബ്ദം പ്രതിധ്വനിച്ചു. പിന്നെ എന്തോ ഗുരുതരമായി തെറ്റി. തെറ്റായ സമയത്ത് കപ്പിയിൽ കുടുങ്ങി കയർ വളച്ചൊടിച്ചു. ദേവിന് പ്രതികരിക്കാൻ കഴിയുന്നതിനു മുമ്പ് മരം മാറി ഒരു ഭയാനകമായ വിള്ളലോടെ ഓക്ക് താഴേക്ക് ഇടിച്ചു. ഹീതറിൽ തന്നെ. അവളുടെ കൈ വലിയ തുമ്പിക്കൈക്കടിയിൽ ഒടിഞ്ഞു വീണു. രക്തം ഒഴുകിയപ്പോൾ അവൾ വേദനയോടെ നിലവിളിച്ചു. പരിഭ്രാന്തിയോടെ രക്തസ്രാവം തടയാൻ ദേവ് എല്ലാം ശ്രമിച്ചു, പക്ഷെ അവന് കഴിഞ്ഞില്ല. നിരാശയോടെ, വിറക്കുന്ന കൈകളോടെ അവൻ കോടാലി ഉയർത്തി. അവളുടെ ജീവൻ രക്ഷിക്കാൻ അവളുടെ കൈ വെട്ടിമാറ്റി. ഹീതർ അതിജീവിച്ചു, പക്ഷെ അവളുടെ ആത്മാവ് അതിജീവിച്ചു. അവൾ സ്വയം വെറുത്തു, സ്വന്തം പ്രതിബിംബത്തെ വെറുത്തു, ആഴത്തിലുള്ള വിഷാദത്തിലേക്ക് വീണു. ദേവ് അവൾക്ക് ഒരു കൃത്രിമ കൈവാങ്ങി, പക്ഷേ ഹീതർ അത് വലിച്ചെറിഞ്ഞു, അതിനെ വൃത്തികെട്ടത് എന്ന് വിളിച്ചു. അങ്ങനെ ശുദ്ധമായ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ഒരുപക്ഷെ ആസക്തിയുടെ ഒരു പ്രവൃത്തിയിൽ ദേവ് അവളെ പുതിയൊരെണ്ണം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. മനോഹരമായ ഒന്ന്, ഒരു സ്വർണ്ണ കൈ. അവൻ തന്റെ ക്രാക്കറുകൾ വിറ്റു, തന്റെ വീട് പണയപ്പെടുത്തി, ആ സ്വർണ്ണ മാസ്റ്റർ പീസ് കെട്ടിച്ചുമക്കാൻ തന്റെ കഴിവിന്റെ ഓരോ ഔൺസും ചെലവഴിച്ചു. അവൻ അത് ഹീതറിന്റെ തോളിൽ വച്ചപ്പോൾ അവൾ വീണ്ടും പുഞ്ചിരിച്ചു, മാസങ്ങൾക്ക് ശേഷം ആദ്യമായി. എന്നാൽ ആ സ്വർണ്ണ സൗന്ദര്യത്തിന് മാരകമായ വില ലഭിച്ചു. ശൈത്യകാലം വന്നപ്പോൾ ഹീതറിന്റെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി. അവൾ നിരന്തരം ചുമച്ചു, എല്ലാ ദിവസവും ദുർബലമായി. ഡോക്ടർമാർ അവൾക്ക് ശ്വാസകോശത്തിലെ സ്വർണ്ണരോഗം കണ്ടെത്തി. സ്വർണം അവളെ വിഷലിപ്തമാക്കുകയായിരുന്നു. അവളുടെ ചർമ്മത്തതിലൂടെ അവളുടെ രക്തപ്രവാഹത്തിലേക്ക് തുളച്ചുകയറുകയായിരുന്നു. അവർ അവളോട് അത് ഉടൻ നീക്കം ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഹീതർ വിസമ്മതിച്ചു. അവൾ പറഞ്ഞു, സുന്ദരിയായി മരിക്കുന്നതാണ് നല്ലത്, തകർന്നു ജീവിക്കുന്നതിനേക്കാൾ നല്ലത്. അങ്ങനെ അവൾ അങ്ങനെ ചെയ്തു. മരിക്കുന്നതിനു മുമ്പ് അവൾ ദേവിന് ഒരു കാര്യം വാഗ്ദാനം ചെയ്തു, അവളെ സ്വർണ്ണ കൈകൊണ്ട് അടക്കം ചെയ്യുമെന്ന്. ദേവ് സമ്മതിച്ചു. കണ്ണുനീർ ഒഴുകുന്ന മുഖത്ത് അവൾ ആഗ്രഹിച്ചതുപോലെ അവൻ അവളെ അടക്കം ചെയ്തു. മാസങ്ങൾ കടന്നുപോയി. പിന്നെ വലിയ മാന്ദ്യം വന്നു. ദേവിന്റെ ബിസിനസ് തകർന്നു. അവന്റെ പണം അപ്രത്യക്ഷമായി. ഒരു രാത്രി, മദ്യപിച്ച് നിരാശനായി തണുത്ത ഭൂമിയിൽ കിടക്കുന്ന സ്വർണ്ണ കൈ അയാൾ ഓർത്തു. ആ കൈക്ക് അവനെ രക്ഷിക്കാൻ കഴിയൂ. ആ കൈക്ക് അവനെ വീണ്ടും സമ്പന്നനാക്കാൻ കഴിയും. അങ്ങനെ വിളറിയ നിലാവിനു കീഴിൽ ദേവ് ഹീതറിന്റെ ശവക്കുഴി കുഴിച്ചു. അവന്റെ കോരികയുടെ ശബ്ദമൊഴികെ രാത്രി നിശബ്ദമായിരുന്നു. അവസാനം അവൻ അവളുടെ ശവപ്പെട്ടി തുറന്നപ്പോൾ അവൻ മടിച്ചു, പക്ഷേ അത്യാഗ്രഹം അവനെ മുന്നോട്ട് തള്ളി. അവൻ മൂടി തുറന്നു. ഹീതറിന്റെ മുഖം അവനെ തിരിഞ്ഞുനോക്കി, വിളറിയ, നിർജീവമായ. ഇപ്പോഴും ആ തിളങ്ങുന്ന സ്വർണ്ണ കൈ പിടിച്ചു. ദേവ് മന്ത്രിച്ചു, ക്ഷമിക്കണം. ഹീതർ വീണ്ടും കോടാലി ഉയർത്തി. അവൻ കൈ വെട്ടിമാറ്റി. ആ നിമിഷം തന്നെ ഹീതറിന്റെ കണ്ണുകൾ തുറന്നു. ദേവ് മരവിച്ചു. അവളുടെ തണുത്ത, നിർജീവമായ കണ്ണുകൾ അവനെ നോക്കി. അവൻ വേഗം അവ അടച്ചു, ഭയന്നു, കൈയുമായി വീട്ടിലേക്ക് ഓടി. പക്ഷേ ആ ഭീകരത തുടങ്ങിയിട്ടേയുള്ളൂ. അയാൾ വീട്ടിൽ കയറിയ ഉടനെ വിളക്കുകൾ മിന്നിമറഞ്ഞു. ജനാലകളിലൂടെ കാറ്റ് അലറി. ഹീതറിന്റെ ഫോട്ടോ നിലത്തു വീണു. ആ ഫോട്ടോയിൽ അവളുടെ രൂപം മാറിയതായി തോന്നി. അവൾ ഇപ്പോൾ ഒരു കോടാലി പിടിച്ചിരുന്നു. അപ്പോൾ ഒരു മന്ത്രം വന്നു, എന്റെ സ്വർണ്ണ കൈയെവിടെ? ചുവരുകൾ ശബ്ദമുയർത്തി. വാതിലുകൾ ആഞ്ഞടിച്ചു. ഹീതറിന്റെ ആത്മാവ് തിരിച്ചെത്തി, കോപാകുലനായി, പ്രതികാരബുദ്ധിയോടെ, തടയാനാവാത്തവനായി. ദേവ് തന്റെ മുറിയിലേക്ക് പോയി പുതപ്പിനടിയിൽ വിറച്ചു, സ്വർണ്ണ കൈ പിടിച്ചു.
പക്ഷേ ശബ്ദം അടുത്തു വന്നു, നീ വാഗ്ദാനം ചെയ്തു. അത് എന്റെ പക്കൽ സൂക്ഷിക്കുമെന്ന്. കിടക്ക ശക്തമായി വിറച്ചു. ദേവ് അലറി. ഒടുവിൽ ഭയത്താൽ അവൻ സ്വർണ്ണകൈ അവളുടെ പ്രേതത്തിന് നേരെ എറിഞ്ഞു. അത് അവളുടെ ആത്മാവിനെ സ്പർശിച്ച നിമിഷം അവൾ വീണ്ടും സുഖം പ്രാപിച്ചു. പക്ഷേ സമാധാനത്തിനു പകരം അവൾ കോടാലി ഉയർത്തി. ഒരൊറ്റ അടികൊണ്ട് അവൾ ദേവിന്റെ തൊണ്ട മുറിച്ചു. സൂര്യൻ ഉദിച്ചപ്പോൾ നഗരവാസികൾ ഇരുവരുടെയും ശരീരങ്ങൾ ഒരുമിച്ച് കിടക്കുന്നതായി കണ്ടു. മരണത്തിൽ വീണ്ടും ഒന്നിച്ചതുപോലെ. ആരും സ്വർണഭുജം വീണ്ടും തൊടാൻ ധൈര്യപ്പെട്ടില്ല. സ്വർണഭുജം എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് പട്ടണത്തിലെ എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ആൻഡി തന്റെ കഥ അവസാനിപ്പിക്കുന്നു. എന്നാൽ ഇന്നും ആരും അത് കുഴിക്കാൻ ധൈര്യപ്പെടുന്നില്ല. കഥയുടെ ഗുണപാഠം: അത്യാഗ്രഹം ഏറ്റവും ശുദ്ധമായ ഹൃദയത്തെ പോലും അന്ധമാക്കൂ. സ്നേഹം ആസക്തിയായി മാറുമ്പോൾ അതെല്ലാം നശിപ്പിക്കുന്നു. മരണശേഷവും ചില നിധികൾ കുഴിച്ചിടാൻ ഉദ്ദേശിച്ചുള്ളതാണ്. കാരണം അവ തിരികെ എടുക്കുന്നതിന്റെ വില നിങ്ങളെ നശിപ്പിച്ചേക്കാം. കണ്ടതിന് നന്ദി. നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ രസകരമായ സ്റ്റോറികൾക്കായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത തവണ വരെ ജിജ്ഞാസയോടെ ഇരിക്കുക, സുരക്ഷിതരായിരിക്കുക. ഒരു അത്ഭുതകരമായ ദിവസം ആശംസിക്കുക.